ഇന്നലെ ഞാൻ അവരുടെ വീഡിയോസിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഞാൻ ആ പ്രവീൺ ബ്രോയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നൂസിന്റെ ഇതുപോലെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാൻ വേണ്ടി നമ്പർ. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയ്ക്ക്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത്ര കോൺടാക്ട് അങ്ങനെ സംസാരിച്ച് കട്ടി. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. നമ്മുടെ മല്ലു ഫാമിലിയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ കാണാനായി. നിങ്ങൾ എന്താണ് അവന് പറയാനുള്ളത് കൂടെ കേൾക്കാത്തത് എന്നുള്ള രീതിയിൽ പ്രണവിനെ കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. സുജന, പ്രണവ് വീഡിയോ ഇടാതെ നമുക്കൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും റീച്ചിന് വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുന്ന ഈ വീഡിയോ ചെയ്യുന്നതും ഈ റിയാക്ട് ചെയ്യുന്നതിന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തിനാ ഓരോരുത്തർ വഴക്കിടുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വിഷയം നടന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തിനെ പോയി സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വല്ല ഉപദേശിച്ചിട്ടാണോ അങ്ങനെയാണോ മറ്റാണോ മറിച്ചാന്ന് കമൻറ്റൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിലൊരു 6 ലക്ഷത്തോളം വ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വീഡിയോ ഇട്ടിട്ട് ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് ബ്രോ പറയുന്നുണ്ട് കുറേ യൂട്യൂബേഴ്സ് എല്ലാവരും നോക്കുന്ന റീച്ചും കാര്യങ്ങളും കണ്ടതിന് വേണ്ടിയൊക്കെ തന്നെയാണ്, പൈസയ്ക്ക് വേണ്ടി തന്നെയാണെന്നൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ അദ്ദേഹം പ്രവീണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രവീണിനോട് സംസാരിച്ച് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ പറയട്ടോ. ഇന്നലെ ഞാൻ അവരുടെ വീഡിയോസിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഞാൻ ആ പ്രവീൺ ബ്രോയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നൂസിന്റെ ഇതുപോലെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാൻ വേണ്ടി നമ്പർ. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയ്ക്ക്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത്ര കോൺടാക്ട് അങ്ങനെ സംസാരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടു, എന്നെ റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ കണ്ടു. അപ്പോഴാണ് തോന്നിയത് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ഇതിലെ ഓരോ നമ്മൾ കമന്റ്സ് ചെയ്യുന്ന ഓരോ ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രവീൺ എന്ന് പറയുന്ന ബ്രോ മിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടു. അതായത് മിഞ്ഞാന്ന് ആദ്യം പേര് ഇതായി നടൊരു വീഡിയോ ഇട്ടു. അതായത് ഇവനത് അഡ്രസ് ഇല്ല നമ്മുടെ ഒരു വീഡിയോ ഇട്ടു. അതിന്റെ അടിയിൽ കുറെ പോസിറ്റീവ് കമന്റ്സ്. എന്നിട്ട് മറ്റേ പയ്യൻ, അതായത് ഇവന്റെ അനിയൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഇവരെ അമ്മയും മക്കളും പാടെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഇത് ഞാൻ എന്തിനാ പറയണെന്ന് ഒന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ അവസാനത്തേക്ക് പറയാം. അപ്പോൾ അവന്റെ അമ്മയും അവനൊക്കെ പാടായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു. അതായത് ആ ബ്രോയുടെ അച്ഛനും അമ്മയൊക്കെ പാടെ ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ എന്റെ ചേട്ടനാണ് അങ്ങനെയൊക്കെ. ഞാൻ ഇന്നലെ അവരെ വീഡിയോസ് ഫുള്ള് ഇന്നലെ രാത്രി ഇന്നിട്ട് ഞാൻ ഫുള്ള് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അപ്പൊ അതില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആൾക്കാരും പാടെ ആ വീഡിയോന്റെ അടിയിൽ പോയിട്ട് പോസിറ്റീവ് കമന്റ്സും ഇവിടെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി, ഞാൻ കമന്റ്സ് കണ്ടിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതിൽ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്നെ പറ്റിയിട്ടല്ല. കമന്റ്സ് ചെയ്യുന്ന ഓരോ ആൾക്കാരെ പറ്റിയിട്ടാണ്, ആൾക്കാരുടെ മാറ്റങ്ങളാണ് പറയുന്നത് ഞാൻ. അപ്പൊ ഇന്നലെ അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാവിലെയാണ്. ഇതുവരെക്ക് അതായത് അവന്റെ അനിയൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോ അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ പോസിറ്റീവ്, അത് അങ്ങനെയാണ് പോസിറ്റീവ് കമന്റ്. ഇന്നലെ പ്രവീണ് വീഡിയോ ഇട്ടു. അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ആയിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്നെ അറിയാമായിരുന്നു വിളിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഓക്കെ അല്ലേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ഓക്കെ, അത് വീഡിയോ പ്രശ്നമില്ല. അപ്പോ ഇന്നലെ പ്രവീൺ ബ്രോ വീഡിയോ ഇട്ടപ്പോ ഈ പ്രവീൺ ബ്രോന്റെ വീഡിയോന്റെ അടിയിൽ ഫുൾ പോസിറ്റീവ് കമന്റ്സും അതുപോലെ തന്നെ മറ്റേ അവന്റെ പ്രണവിന്റെ വീഡിയോന്റെ അടിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഫുൾ. ഓക്കെ, ഇന്നലെ അവർ വന്നിട്ട് തെളിവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ബ്രോ ഉറപ്പായിട്ട് അവർ തീർക്കാമെന്ന് തന്നെ ഇടത്തുള്ളൂ. കാരണം അവർ ഇത്രയും നാള് വിശ്വസിച്ച് സബും ചെയ്ത് ഇവരുടെ ഓരോ പൊറോട്ട നാടകവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടും അവർ വിളിച്ചു പോകും. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഒരാളെ മാത്രമല്ല, എല്ലാവരെയും ഫാമിലിയെ ഫുള്ള് അവർ പറയുന്നത് ഞങ്ങളെല്ലാവരും പറ്റിക്കുമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ തന്നെ. കാരണം പഴയ വീഡിയോസ് എടുത്തുകൊണ്ട് വരുന്നു, അതിനകത്ത് സംസാരിച്ച കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു, ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാം നാടകമായിരുന്നു എന്നുള്ള രീതി ഓർക്കുമ്പോഴേ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ പറയണ്ടേ, ഇതൊക്കെ റിയലാണ് അങ്ങനെയാണ് മറ്റേയാണെന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ റിയലായിട്ട് തോന്നുന്നത് ഇപ്പം തന്നെ ഡ്രീം റൈഡറിൻ്റെയാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നുക. പിന്നെ അവനെ എല്ലാവരും ഇപ്പം ട്രോളി ഒരു മൂലയ്ക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹമൊക്കെയാണെന്ന് തോന്നുന്നു റിയല്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പക്കയായിട്ട് എടുത്തിടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്ന് ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ല, 15 മിനിറ്റ് 10 മിനിറ്റ് അല്ല നമ്മളൊരു മറ്റേ യൂട്യൂബിൽ കാണുന്നതല്ല ശരിക്കും നമ്മളെ ലൈഫ്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, 2 പേര്, അതായത് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ എന്റെ പെങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ 2 ഭാഗം കേട്ട് 2 ഭാഗം കേട്ടിട്ട് വേണം ഒരാളിനെ തെറി പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ പ്രവീണിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായി. ബ്രോ പറഞ്ഞത് കേൾക്കാൻ അവർ വീഡിയോ ഇടണ്ടേ, അവരെന്തുകൊണ്ട് വീഡിയോ ഇടാൻ വൈകുന്നു, അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഓൾറെഡി എന്താ പറയണ്ടേ, ഈ പറയുന്ന പ്രവീൺ വീഡിയോ ഇട്ടു, അതിന് പ്രണവ് വന്നിട്ട് റിപ്ലൈ കൊടുത്തു. പിന്നെ പ്രവീൺ ഇട്ട് കഴിഞ്ഞതിന് ശേഷം റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അത് കറക്റ്റ് വിവരം ഈ പറയുന്ന പ്രണവ് വന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞാൽ
അല്ലെ ഇനി രക്ഷയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാവാനൊക്കെ കാര്യം, പ്രണവ് തന്നതിൻ്റെ ഒരു മറുപടിയായിട്ട് മാത്രമേ ഇവിടെ പ്രണവ് തന്നിട്ടുള്ളൂ. അതാണ് ഇവിടെ ഇപ്പം ആൾക്കാർ ഓരോന്ന് എടുത്തു വരുമ്പോൾ വേണ്ട പ്രണവിൻ്റെയും മാത്രമല്ല പ്രവീണിൻ്റെയും കൂടെ കുറ്റങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോരാത്തന്നെ മൃദുലയും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ അതും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇപ്പം പ്രണവ്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രണവ് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാം, ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ വെയിറ്റ് ചെയ്യും, നാളെയും കൂടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാളും കൂടെ വെയിറ്റ് ചെയ്യും. ആൾക്കാരുടെ ഓരോ കമൻസും വായിച്ച് നോക്കുമ്പോൾ ഐഡിയാസ് അങ്ങനെയും കിട്ടും. ബുദ്ധിയുള്ളവർക്ക് ഓക്കെ, ഇപ്പോൾ പ്രണവനെ സപ്പോർട്ട് ചെയ്ത് ചില കമൻസുകൾ വരുവാണെങ്കിൽ അവൻ അതിൽ നിന്ന് ഐഡിയ കിട്ടും. അവൻ വന്നിട്ട് അവനൊരു കാച്ചി എന്ത് ചെയ്യും, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു പക്ഷേ അവൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും ചില കമൻസിൽ കൂടെ തന്നെ ചില ഐഡിയാസ് കിട്ടും. അത് വെച്ചിട്ട് തന്നെ കാച്ചാനും പറ്റും. സീരിയസ്ലി എനിക്ക് അതുമായിട്ട് യാതൊരു, പിന്നെ തംബ്ലേനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളെ പോലെ എന്നെ അവരിനെ പാടെ വെച്ചിട്ട് തംബ്ലേനെ വെച്ചത് കൊണ്ട് മാത്രമാണ് മറ്റേ ഞാനത് വീഡിയോ ചെയ്തത്. അല്ലാതെ എനിക്ക് ഇതിൽ വീഡിയോ ചെയ്യാനോ അവരെ വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം, ഇപ്പൊ യൂട്യൂബ് തോന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ അവരുടെ വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫുൾ അവരെ വെച്ചുള്ള വീഡിയോ ആണ്. അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇവര് ചെറ്റയാണ്, തെണ്ടിയാണ്, അവന്റെ അനിയന്മാർ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു. എല്ലാവരും എന്തിനാ ചെയ്യണത്? എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാനായിരുന്നു വരാ, അതിന്റെ മുന്നേ ഓരോ ആൾക്കാർ വരാ. ഇപ്പൊ ഇതിൽ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ യൂട്യൂബേഴ്സും എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അവർക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യാണ്. അല്ലാതെ ആരും അവൻ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് ആക്കട്ടെ എന്ന് ഈ പറഞ്ഞ ഞാൻ പോലും കൂടി ഈ വീഡിയോന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലും കൂടി എനിക്ക് പേയ്മെന്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിൽ കയറി എനിക്ക് സംസാരിക്കേണ്ട ഒരു ഇതുമില്ല. കാരണം അത് സംസാരിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഇതില് ചില ആൾക്കാർ പോസിറ്റീവ് ഉണ്ട് കേട്ടോ, എല്ലാവരും കുറ്റം പറയല്ല ഞാൻ. പക്ഷെ എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആ ഒരു വിഷയം എടുത്തിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രമാണ്. ബ്രോ പറഞ്ഞത് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ട്രെൻഡിങ്ങിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇപ്പം തന്നെ ബ്രോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, 6 ലക്ഷത്തോടെ കയറുകയും ചെയ്തു. ഇന്നും ബ്രോ വീഡിയോ ഇടുന്നുണ്ട്. ബ്രോയുടെ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞാൽ, അദ്ദേഹത്തിന് പണ്ട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ഈ മല്ലു ഫാമിലിക്ക് തന്നെ. ഈ മല്ലു ഫാമിലി ഓക്കെ ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ആദ്യം മല്ലു ഫാമിലി ഓർക്കും, അവരുടെ അടിയിൽ പോയി കമൻറ്റ് ഇടും. ഓക്കെ, 1 വട്ടം പോയി കമൻറ്റ് ഇട്ട്, 2 വട്ടം പോയി കമൻറ്റ് ഇട്ട്, 3 വട്ടം ഒരു വീഡിയോ കമൻറ്റ് ഇട്ട്, ഓക്കെ ആ ഒരു കമൻറ്റ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അയാൾക്ക് 10 വീഡിയോ ചെയ്യാൻ പറ്റും. അതിൻ്റെ 2ാമത്തെ വീഡിയോ നിങ്ങളിപ്പോൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുകയോ ഇല്ലയോ? ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെയാണ് സത്യമെങ്കിൽ ഒന്നോ വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെപ്പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നല്ല തലയുണ്ട്, നിങ്ങൾക്കറിയാം എങ്ങനെ യൂട്യൂബിൽ പിടിച്ച് നിൽക്കാനും എങ്ങനെ പ്ലേ ചെയ്യാനും. നമ്മളിതൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബ്രോ അത്യാവശ്യം നമുക്കും മനസ്സിലാവും എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഇതെല്ലാവരും. പിന്നെ കാണുന്നവരോട് പറയാം, നമ്മളൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ പരമാവധി സത്യങ്ങൾ മാത്രമാണ് വിളിച്ച് കാര്യങ്ങൾ പറയാനും, ഇല്ലെങ്കിൽ ഓരോ ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള വിവരമാണ് ഇവിടെ തരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ വന്നിട്ട് പറയുകയും ചെയ്യും. ഞാനൊക്കെ അങ്ങനെ, ചിലവർ പറയത്തില്ല. എന്തായാലും എൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ടെല്ലാം പറയുകയും ചെയ്യും. ചെറ്റയാണ് അങ്ങനെ കരുതുന്നത് നിങ്ങൾ. ഓക്കെ, എനിക്ക് അത്ര വലിയ ഞാൻ അത്ര വലിയ ഇത് നല്ല പറയണത്. നിങ്ങൾ ആരും ചിന്തിക്കേണ്ട കാര്യം, 2 ഭാഗം കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്തിനാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ജസ്റ്റ് കമന്റ്സ് നോക്കിയപ്പോ തന്നെ ഇവരുടെ വീഡിയോന്റെ അടിയിൽ അത്രയും പോസിറ്റീവ്, അവിടെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ അവിടെ പോയിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടണം. എന്തിന്? ഇത് ഇപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ പ്രവീൺ ബ്രോന്റെ കൂടെ തന്നെയാണ് ഞാനും. കാരണം എനിക്കും അതങ്ങനെ തോന്നി, കാരണം വീഡിയോ തെളിവ് സഹിതം ഇട്ടപ്പോ. പക്ഷെ അവർക്ക് പറയാനുള്ളൂ കേൾക്കണം. നിങ്ങൾ അത് കേൾക്കുന്നതിന് മുന്നേ എന്തിനാണ് അവിടെ പോയിട്ട് തെറി വിളിക്കുന്നത്? ഞാൻ അവര് ഇതുവരെയ്ക്ക് വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഇന്ന് വൈകുന്നേരത്തെ 7 മണി 7 മണി തൊട്ടായിരിക്കും. ഇതാണ് ആളുകൾ, മനസ്സിലായോ? ഇതാണ് കാരണം വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും എന്താണോ അപ്പൊ കാണുന്നത് അവനാണ് തെറി വിളിച്ചാണ് പോവുക. നമ്മുടെ ആൾക്കാർ ക്ഷമയോടെ നിൽക്കത്തില്ല ബ്രോ. ഒരു കാര്യം വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ പറ്റിച്ചെന്ന് തോന്നുവാണെങ്കിൽ പറയേണ്ട ആൾക്കാർ അവിടെ പോയി കമൻ്റായിട്ട് തന്നെ ഇടുകയൊക്കെ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരും ഈ ലൈക്ക് ഇടുന്ന ആൾക്കാരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഔദാര്യം കൊണ്ട് തന്നെയാണ് നമ്മളീ പറയുന്നത്. ഞാൻ എൻ്റെ നിങ്ങൾ ഈ കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മേടിച്ചൊരു സാധനമാണ് ഞാൻ നിൽക്കുന്ന ഈ സാധനം. പിന്നെ എൻ്റെ ഫോൺ ഇപ്പോൾ 2ാമത് ഞാൻ മേടിച്ചതും നിങ്ങളുടെ ഇത് റവന്യൂ കൊണ്ടിട്ടാണ്. സത്യം പറയാം, എന്തിന് ഈ ഷർട്ട് വരെ
നിങ്ങളുടെ ഇതാണ് സത്യം. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ നീതി എന്ന് പറഞ്ഞൊരു കാര്യം പുലർത്തണം. ഇല്ലാത്തവർ വന്ന് നമ്മളെ തന്തയ്ക്ക് വിളിച്ചാലും കേട്ടോണ്ടിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഞാനൊക്കെ അങ്ങനെയാണ്. പിന്നെ എൻ്റെ മറുപടി പരമാവധിയൊക്കെ ചിലതൊക്കെ ഞാൻ കൊടുക്കും, ചിലതൊക്കെ തമാശയായിട്ടുള്ള രീതിയിലും വിടും. പിന്നെ ചില ആൾക്കാർ അച്ഛനും അമ്മയ്ക്കൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. നമ്മുടെ രീതി അങ്ങനെയാണ്, ഉള്ള കാര്യം പറയാം. ഇപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് ഒരു റവന്യൂ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നതുകൊണ്ടാണ്. ആ ഒരു ബഹുമാനം എന്തായാലും അവർക്ക് കൊടുത്തേ പറ്റൂ. എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങളെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. ഇത് ഞാൻ ആരും കുറ്റം പറയുക അങ്ങനെ ഒന്നും അല്ല കേട്ടോ. പക്ഷെ പറയാ, ഇപ്പൊ ഇന്നലെ പ്രവീണിന്റെ വീഡിയോയിലിട്ട ആൾക്കാർ അതായത് അവന്റെ അനിയൻ എന്താ പറയാനുള്ളതെന്ന് പോലും കൂടി നിങ്ങൾ ആരും കേട്ടിട്ടില്ല. കാരണം മറ്റേ ഇപ്പൊ ഉദാഹരണം പറയുകയാണെ, തച്ചു അയ്യോ ഞാൻ എനിക്കും ഇതേപോലെ ഗർഭിണിയായ അവരെന്നെ അടിച്ചു ഉന്തി എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്കും ഭയങ്കര ോ. പക്ഷെ പറയാ, അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കണ്ടേ. കാരണം ഞാനും ഇതിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വീഡിയോസും ചെയ്തിട്ട് മുന്നിലേക്ക് പോകുന്ന ആളാണ്. ഞാൻ പറയാണ്, അവർക്കും പറഞ്ഞാൽ കേൾക്കട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തായാലും ഇനി ഒരു വീഡിയോ കറക്റ്റ് കാണും. കാരണം എനിക്കും ഒരു ഇതായി. കാരണം ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി 2-3 വീഡിയോ ഇട്ടതുകൊണ്ട് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ പറയാ, ആൾക്കാർക്ക് എപ്പോഴും ഒരു ത്വരയാണ്. അതെന്താണെന്ന് അറിയണം, കേൾക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഇറങ്ങി സംസാരിക്കാനോ ഇതാക്കാനോ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഞാൻ എൻ്റെ അടുക്കളത്തെ വീഡിയോ ഇട്ടിട്ടാണ് മുന്നിലേക്ക് പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് മറ്റൊരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ അതൊക്കെ താല്പര്യം. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻസും കാര്യങ്ങളും ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടത്. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ആൾക്കാരുടെ ചേഞ്ചുകൾ പറഞ്ഞാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് പറയണു, അവിടെ നെഗറ്റീവ് പറയണു. ഇവിടെ പോസിറ്റീവ് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പറയുമ്പോൾ അപ്പം തന്നെ ഇവിടെ പോസിറ്റീവ് പറയണു. അങ്ങോട്ടും ഇങ്ങോട്ടും വളാന്ന് വർത്താനം പറയട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസ കിട്ടാനാണ്. ഓക്കെ, അപ്പൊ പല രീതിക്കുള്ള കണ്ടന്റും കാര്യങ്ങളും പല രീതിക്കും നമ്മൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വിടുക, അല്ലെങ്കിൽ മറ്റേ കാണാൻ. പുള്ളി പറഞ്ഞു ശരി, ഇവിടെ പോസിറ്റീവ് പറയുന്നവർ പിന്നെ അവിടെ പോയി നെഗറ്റീവ് പറയും, പിന്നെ അവിടെ പോസിറ്റീവ് ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് നെഗറ്റീവ് പറയും. പിന്നെ ബ്രോ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കും കൂടെ ഒരു ത്വരയായിട്ടുണ്ട് എന്തിന് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെയും പുള്ളി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് മാത്രം ഒരു വീഡിയോയിലല്ലേ ഇട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ബാക്കി ചെയ്യായിരുന്നു കൂടെ, അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ. എല്ലാവർക്കും കണ്ടന്റ് തന്നെ. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇയാൾക്ക് 6 ലക്ഷത്തോളം വ്യൂവും കാര്യങ്ങളും കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ കണ്ടിന്യൂ തന്നെ ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കുന്ന ബുദ്ധിയും കാര്യങ്ങളും. ഈ വീഡിയോയുടെ അവസാനം അയാൾ പറയുന്നുമുണ്ട് കണ്ടന്റിന് വേണ്ടിയാണ്, എല്ലാ റീച്ചിന് വേണ്ടിയാണ്. അത് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ വളച്ചൊടിച്ച് പോകാമെന്ന് പറയത്തില്ലേ, അതുപോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്ത്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ട്രോളുന്നുണ്ടായിരുന്നു. ഈ ആപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഞാനും ട്രോൾ ചെയ്തിട്ടൊക്കെ ഉള്ളതൊക്കെ തന്നെ ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയണം. പക്ഷേ അദ്ദേഹം നല്ല ബ്രില്യൻ്റ് ആണ്. ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടടുത്ത് അദ്ദേഹം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. അതിന് മിടുക്കം തന്നെ സൂചന. മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ ഓക്കെ, പല നെഗറ്റീവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ നെഗറ്റീവ് അവരെന്താ പറയണ്ടേ, സ്വയം മേടിച്ചിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് സുജന ചില ഫാമിലിയിൽ അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ളായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്തെടുത്ത് അതെല്ലാം പുള്ളിയുടെ തലയിൽ തന്നെ ഏറ്റെടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഇനി പ്രണവിൻ്റെ റിപ്ലൈക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, വരുമ്പോൾ അറിയാം എന്താണ് സത്യാവസ്ഥയും കാര്യങ്ങളെന്നൊക്കെ. ഒരുപാട് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ലവ് യു ഓൾ.